അങ്ങോട്ട്. ആ കൊള്ളടി, കൊള്ളാം കൊള്ളാം, നല്ല വള. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. സോറി ടീച്ചറെ, അവൾക്ക് കിട്ടി കിട്ടി. എനിക്ക് മലയാളത്തിന്റെ പരീക്ഷ പറഞ്ഞ ആരും പറയണ്ട, പറഞ്ഞ ടീച്ചർ ഇടും. പഠിച്ചു ടീച്ചറെ? പഠിച്ചില്ലെന്നെങ്ങാനും പറഞ്ഞാൽ തീർന്നു ടീച്ചറെ. ഒന്നുമില്ല ടീച്ചറെ. ടീച്ചറാ കിട്ടി മിസ്. ഇവിടെ ഒരാൾക്ക് കിട്ടിയിട്ടില്ല. അഞ്ചിതയ്ക്ക് മലയാളത്തിന്റെ ടെസ്റ്റ് ആണ്. എല്ലാവരും ഹെഡിങ് എഴുതി വെച്ചോ, മലയാളം ടെസ്റ്റ്. ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ ചോദ്യം പറയും. ഓക്കെ മിസ്. പേപ്പറൊക്കെ പഠിച്ച് കളയുവാണോ? അല്ല ടീച്ചറെ, കയ്യിന്ന് പോയതാ. ഞാൻ പറയുന്ന ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോണം. ഉത്തരം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ടീച്ചറെ, ഉത്തരാതിരി ഞങ്ങൾക്ക് അറിയാന്നിട്ട് വേണ്ടേ? പഠിക്കാൻ പറഞ്ഞാലേ പഠിക്കാത്ത കുഴപ്പമില്ലല്ലോ. ടീച്ചറെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അർത്ഥം എഴുതുകയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കനിവിന്റെ അർത്ഥം എഴുതിക്കോ. കനിവിന്റെ അർത്ഥം അപ്പൊ അടുത്ത് പറയട്ടെ. കനിവെല്ലാരും എഴുതിയല്ലോ അല്ലേ? എഴുതി കഴിഞ്ഞു മിസ്. നീര് 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 കീഴുകാണ്. നീര് നീര് ആരാധ ടീച്ചറെ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ ടീച്ചറെ. ക്വസ്റ്റ്യൻ അല്ല, അർത്ഥം തന്നെയാണ് കേട്ടോ. തോയൻ തോയൻ തോയന്റെ അർത്ഥം എഴുതണം. ശ്രീനന്ദിതേ, എന്താ ആലോചിക്കണേ? പേൻ ചോദിച്ചു. വേണമെങ്കിൽ ഉണ്ടല്ലോ വരച്ചു. ടീച്ചറെ, ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഒരു പ്രാവശ്യം ചോദ്യം പറയത്തുള്ളൂ. പറയാം ടീച്ചറെ. പഠിച്ചോണ്ട് വന്ന കുട്ടികളെ നിരാശപ്പെടുത്തരുത്. മര്യാദക്കെഴുതടി. അത് പറ ടീച്ചറെ, അറിയാവോ? അടുത്തത് പറയുക കേട്ടോ. പള്ളിക്കൂടം പള്ളിക്കൂടം പള്ളിക്കൂടം. ആരെങ്കിലും അത് തെറ്റിച്ചുണ്ടെങ്കിൽ തുടക്കിട്ട് നോക്കി ഒരു അടിയ. നമ്മള് വീടാണ്. പിന്നെ ഞാൻ അടുത്ത പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. സമാനാർത്ഥം എഴുതാനാ. മഴ കഴിവെന്നായിരിക്കാം. രണ്ടെണ്ണം എഴുതണം. ടീച്ചറെ, സ്ഥലം തീർന്നു. അടുത്ത പേപ്പർ തരാം. എന്നാ പേപ്പർ. ഇതില് പേര് എഴുതണോ ടീച്ചറെ? വേണ്ട, ഞാൻ സ്റ്റാപ്ലർ അടിച്ചു വെച്ചോളാം. മഴ എഴുതിയോ? ഇനി മീൻ. മീൻ മീമിയാണോ ടീച്ചറെ? മീമി. മീമി നമ്മൾ കഴിക്കണം. മീമി എഴുതാ. ശ്രീനന്ദിതേ, ടീച്ചറെ, മീൻ്റെ അല്ലേ? മീൻ. മീനോ? രണ്ടെണ്ണെങ്കിലും നിങ്ങൾ എഴുതണം.
അടുത്തത് ഓക്കെ ഓക്കെ. കനിവ്. കനിവ്. ആ ശരി 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 ശരി. ആ അത് നല്ല ഐഡിയ. ശ്രീനന്ദിത. ശരി ശരി. ആ നല്ല നല്ല നല്ല. കനിവ് എഴുതിയ എല്ലാരും. അടുത്തത് പള്ളിക്കുടം. പള്ളിക്കുടം. നമ്മളത് നേരത്തെ ചോദിച്ചായിരുന്നു. അത് അർത്ഥം എഴുതുകയായിരുന്നു. ഇത് സമാനാർത്ഥം എഴുതുക. പള്ളിക്കുടം. ശ്രീനന്ദിതേ ഒന്നും പഠിച്ചില്ലല്ലേ? അടുത്ത പറയട്ടെ. ഡി. അടുത്ത പറയൂ കേട്ടോ. പ്രയോഗ ഭംഗി കണ്ടെത്താം. പ്രയോഗ ഭംഗി കണ്ടെത്താം. അതെന്താ? മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ. ഇന്നിലെ പ്രയോഗ ഭംഗി എന്താണ്? എഴുതുക. ടീച്ചറെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ആ അടുത്ത പറയട്ടെ. എല്ലാരും എഴുതിയില്ലേ? എഴുതിയോ? കുറച്ചും കൂടെ സമയം വേണോ? വേണ്ട. അടുത്ത പറയട്ടെ. പൊടിമീനിൽ തിര പോലാം കൂട്ടുകാരെ. ഇന്നിലെ പ്രയോഗ ഭംഗി എന്താണ്? ചെറുമീനുകൾ ആൾക്കാരുടെ മേത്ത് വീഴും. അടുത്ത പറയട്ടെ. പേപ്പർ തീർന്നു ടീച്ചറെ. ഇത്ര പെട്ടെന്ന് പേപ്പർ തീർന്നോ? ടീച്ചറെ അധികം പഠിച്ചുകൊണ്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ല. ആ എന്നാ ഞാൻ ഒരു പേപ്പറും കൂടെ തരാം. ഡീ നീ എന്റെ പേപ്പർ മൊത്തം തീർക്കുവോ? ഇന്ത്യ അവൾ എത്ര പേപ്പറാടി വാങ്ങിച്ചു കൂട്ടണേ? എത്രാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചറെ? നീ നമ്പറൊന്നും ചേർത്തില്ലേ? മഴയെ കുറിച്ചൊരു കവിത എഴുതിക്ക നിങ്ങള്. മഴകട കൂട കൂട മഴ വന്നാൽ പാപ്പി കൂട മഴ മഴ കൂട കൂട മഴ വന്നാൽ പാപ്പി കൂട. ഇതും കൂടെ അല്ല കേട്ടോ നമ്മുടെ ചോദ്യങ്ങൾ തീർന്നേ. കഴിഞ്ഞവരെ പേപ്പർ ഇവിടെ കൊണ്ട് വെക്കുക. വരൂ വരൂ. നിന്റെ റീൽസ് എടുത്തൊന്നും കഴിഞ്ഞില്ലേ? സോറി ടീച്ചർ. നിന്റെ പേപ്പർ ഇങ്ങ് തന്നോ. നോക്കട്ടെ. ഇടി തുണ്ടും എല്ലാം ഉണ്ടോ? എനിക്കൊന്നും അറിയത്തില്ല. ആണോ? അയ്യോ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. ടീച്ചർ അറിയാം. ശ്രീനന്ദിത എഴുതി കഴിഞ്ഞില്ല. എനിക്ക് പേപ്പർ തരണമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പൊ ടീച്ചറെ കഴിയും. ഇപ്പൊ കഴിയും. ശ്രീനന്ദിതയോട് ഞാൻ തരാൻ പറഞ്ഞല്ലേ പേപ്പർ, എന്നിട്ട് എന്നെ തരാത്തെ? ഒരു മിനിറ്റ് ടീച്ചറെ. ഇതിന്റെയൊക്കെ കഷ്ടപ്പാട് 12 മാസം തല കുളിക്കാതെ വേണം ഇതൊക്കെ തലക്കകത്തേക്ക് കൊടുക്കാൻ. തുണ്ടോ? ഞാൻ എഴുതിയില്ല. സുരേഷേ തുണ്ടൊന്നും ഇല്ലടി. എനിക്ക് പേടിയാവും ആകെ. ആരായാലും കയ്യിൽ തുണ്ടുവല്ലോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നേക്കണം. ശ്രീനന്ദിത എന്താ അത്? തന്നെ. തേടി ഇടി തേടി. വന്നെന്നെ. അവളുടെ വായി തുണ്ട്. നിന്നത്? ആ ഇതാണ്. നിന്റെ കയ്യിൽ തുണ്ടുണ്ടല്ലേ? അവളെ ഇന്ന് ടീച്ചർ പിടിക്കൂടി. തുണ്ട് നീയൊക്കെ എടുത്തിട്ടല്ല. തുണ്ട് നീയൊക്കെ എടുത്തിട്ടല്ല വന്നേ. സുശീലായിരിക്കും തന്നതാ. ടീച്ചറിന്റെ പ്രിയപ്പെട്ടവളാണല്ലോ അവള്. മതി നീ എഴുതിയത്. ഇതാ തുണ്ടി നോക്കിയെങ്കിലോ എഴുതിയില്ലോ. ടീച്ചറെ പൊക്കോട്ടെ. ടീച്ചർ പൊക്കോ. എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? പൊക്കോ പൊക്കോ. ടീച്ചറെ ഇന്നലെ എന്റെ അമ്മാവൻ വീട്ടിൽ വന്നായിരുന്നു. മിഠായി കൊടുത്തോട്ടെ. മിഠായി ഇപ്പൊ കൊടുക്കണ്ട. പൊടി ഇറങ്ങി വീട്ടിൽ പൊടി. ഞാൻ ഇത് നാളെ എല്ലാവരുടെയും മാർക്ക് അറിയിക്കും കേട്ടോ. നാളെ ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കട്ടെ ഒന്ന് എല്ലാവരുടെയും മാർക്ക്. ശരി ടീച്ചർ എന്നാ പോവാണോ?
ആദ്യം തന്നെ ലക്ഷ്മിയുടെ ആണല്ലോ ഇരിക്കാൻ. ഈ കുട്ടി നല്ല ടാലന്റ്, എല്ലാം ശരിയായി. ഇവിടെ 3 4 തെറ്റിപ്പോയി. അടുത്തത് ശ്രീനന്ദിതയുടെ 3 പേപ്പറുണ്ട്. മഴയെക്കുറിച്ച് ഒരു കവിത എഴുതാൻ പറഞ്ഞപ്പോ അവൾ പോപ്പിൽ കൂടെ എഴുതി വെച്ചു. ശ്രീനന്ദിതയുടെ മുഴുവൻ തെറ്റാ. മഴയെക്കുറിച്ച് കവിത എഴുതാൻ പറഞ്ഞപ്പോ പോപ്പിൽ കൂടെ എഴുതി വെച്ചേക്കുന്നു. ബാക്കി എല്ലാത്തിനും വരും. ഞാൻ എന്താ ഇതിന് പറയണ്ടേ? പേപ്പർ എന്തെങ്കിലും ശ്രീനന്ദിതയോ? ഓ, പേപ്പറിനോണ്ട് കീനോ? അതെന്തല്ലേ? അങ്ങനെ ഒരു അർത്ഥമേ അതിലില്ല. തെറ്റ്. പച്ചയോ? തെറ്റ്. കള്ളിപ്പുഴോ? തെറ്റ്. ബാക്കിയെല്ലാം വരാം. അതിൽ നിന്ന് എന്ത് മാർക്ക് കൊടുക്കാനാണോ? ദയ, അത് മാത്രം ശരിയാ. ദയാവോ? അല്ലല്ലോ, അത് തെറ്റാ. കീര് തെറ്റ്. മറ്റുള്ളവരെ അവൾക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. ശ്രീലക്ഷ്മിക്ക് എന്താ പറഞ്ഞു കൊടുത്തായിരുന്നു? അവള് പറഞ്ഞു കൊടുത്ത എല്ലാം ശരിയാ. എന്നിട്ട് അപ്പോൾ ഇതേ അവളുടെ പേപ്പറിൽ തെറ്റുത്തരം എഴുതി വെച്ചിരിക്കുന്നു. ആ തുണ്ടിലെങ്കിലും നോക്കി ശരിയായിട്ട് എഴുതായിരുന്നു. തുണ്ട് വെച്ച് തുണ്ട് അതുപോലും ഇതിനകത്ത് എഴുതിയിട്ടില്ല. ആ തുണ്ടിനകത്ത് എന്താണോ അതിലെഴുതിയതും തെറ്റായിരിക്കും. ഒന്നും തെറ്റും അല്ല, എല്ലാം തെറ്റും. അടുത്തത് ആരുടെയാ? ഇത് ഹരിയുടെ. അവന്റെ ഏകദേശം കുഴപ്പമില്ല. ഓക്കെ, എനിക്കറിയത്തില്ലടി, എനിക്ക് ആകെ ടെൻഷനാവുക. അച്ഛനും പോയി പിട്ടനും പോയി. ഞാൻ പരീക്ഷയ്ക്ക് തോൽക്കൂടി. പിട്ടന് പോയി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. അപ്പൊ ഇന്ന് നമ്മുടെ എക്സാം പേപ്പർ. ഓക്കെ മിസ്. ടീച്ചറിന്റെ കയ്യിൽ പരീക്ഷ പേപ്പർ അടി. ആദ്യം തന്നെ ശ്രീലക്ഷ്മി. ആദ്യം തന്നെ ശ്രീലക്ഷ്മിയുടെയാണ് ഇരിക്കണത്. ശ്രീലക്ഷ്മി അല്ല, ശ്രീലക്ഷ്മി മാർക്ക് എത്രയാണെന്ന് അറിയണ്ടേ? 100-ല് 99 മാർക്ക്. 1 മാർക്ക് കുറഞ്ഞു. അയ്യോ ടീച്ചറിന്റെ ഒരു അപ്പൊ 99 അര മാർക്കുണ്ട്. അത് ബാക്കിയെല്ലാം ശരിയാണ്. എടി അവൾക്ക് 99 മാർക്ക് കിട്ടി. 1 മാർക്ക് പോയി എന്ന് പറഞ്ഞ് അവൾ ഇനി കടന്ന് പിടിക്കാട്ടോ. അവൾക്ക് വല്ല ടീച്ചർ ഉറപ്പായിട്ട് കൊടുത്തോളാം. എനിക്കൊക്കെ മാത്സിന് ഈ ടീച്ചർ തന്നെയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് ഈ ടീച്ചറാണെങ്കിൽ നമുക്ക് ഒന്നും പോലും തന്നില്ല. ഇവർക്ക് ഡയറി മിൽക്കും എല്ലാം കൊടുക്കും. നല്ല ഇഷ്ടമുണ്ട്. കണ്ടോടി പുള്ളിക്കാരിയുടെ മോന്ത പോലെ.
അടുത്തത് ഹരി ബടാമേ. നിനക്ക് 100-ല് 50. അമ്പതെങ്കിൽ അടുത്ത മറ്റേനേക്കാളും ഗുണമുണ്ട്. താങ്ക് യു മിസ്. അടുത്തത് ശ്രീനന്ദിത. താങ്ക് യു ടീച്ചർ. എനിക്കായിരിക്കുമല്ലേ ടീച്ചറെ ഫുൾ മാർക്ക്? നമുക്ക് പേപ്പർ വേണം. ആ ടീച്ചർ ഇതല്ലേ ടീച്ചറെ ഞാൻ വാലിട്ട് കണ്ണെഴുതിയിരിക്കുന്നത്? ടീച്ചറെ ഒരുങ്ങാൻ ഞാൻ 7:30 കയറും, എന്നിട്ട് 9:30 ഞാൻ ഇറങ്ങുന്നത്. ഓക്കെ അത് മേക്കപ്പിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് മാർക്ക് വേണ്ടേ? 100-ല് മുട്ട. എത്തോട്ട് പോയി? കട്ടന് പോയേ കിട്ടന് പോയേ.